ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് കുരുമുളക് അരച്ച് വയ്ക്കുന്ന നല്ലൊരു മീൻ മസാല കണ്ടാലോ? വറുക്കാനാട്ടോ ഇത്. അപ്പോൾ അതിനായിട്ട് ചെമ്പല്ലി മീനാണ് കിട്ടിയിരിക്കുന്നത്. ഏകദേശം 1 കിലോനോളം ഉണ്ട്. അതിൻ്റെ വേസ്റ്റ് പോയപ്പോൾ ഇതിലൊന്നും ഉണ്ടാവില്ലല്ലോ, അപ്പോൾ നമുക്കതറിയാം. അപ്പോൾ അതിലേക്കുള്ള ചെറിയൊരു മസാല കണ്ടാലോ? അതിനായിട്ട് കുറച്ച് ചെറിയുള്ളി, കുറച്ച് വെളുത്തുള്ളി, പച്ച കുരുമുളക്, വലിയ ജീരകം, പിന്നെ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പുളി വെള്ളത്തിലിട്ട് വെച്ചത് വിനാഗിരി ഒഴിക്കുന്നതിന് പകരം കേട്ടോ, നാരങ്ങയില്ല. അപ്പോൾ അതിന് പകരമാണ് ഞാൻ പുളി ഉപയോഗിക്കുന്നത്. അതെല്ലാം കൂടെ ഇട്ട് മിക്സിയിൽ അടിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോൾ അതിന് വേണ്ടി ചെറിയൊരു ആട്ടുകല്ലുണ്ട് എൻ്റെ കയ്യിൽ, അതാട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ആ ആട്ടുകല്ലിൽ ഈ മസാല ഇട്ട് നല്ലോണം ഒന്ന് കുത്തി ഇങ്ങനെ എടുക്കണം കേട്ടോ. കുത്തുമ്പോൾ തന്നെ നല്ല മണമുണ്ടായിരുന്നു. പച്ചക്കുരുമുളക് ആയതുകൊണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു, നല്ല മണമുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പരിവായപ്പോൾ ഞാനത് മതിയാക്കി കേട്ടോ. ഇനി മീനിലേക്ക് ഈ മസാല തേക്കാമെന്ന് വെച്ചു. അപ്പോൾ അതിന് വേണ്ടി ആ മസാലയെല്ലാം വാരി ഇതിലേക്ക് ഇട്ടു. പിന്നെ കുറച്ച് കറിവേപ്പില അവിടെ കിടന്നോട്ടെ. എന്താണെന്ന് വെച്ചാൽ എന്ത് ചെയ്യുമ്പോഴും അതിൽ കുറച്ച് കറിവേപ്പില ഉണ്ടെന്ന് വെച്ചാൽ അതിനൊരു പ്രത്യേക മണം കേട്ടോ. അതിന് വേണ്ടി പിന്നെ മീൻ വറുക്കുന്നതിൽ ആരൊക്കെ മല്ലിപ്പൊടി ഇടും? ഞാനിടും കേട്ടോ. ഇത് എന്തിനാണ് ഇടുന്നതെന്ന് എനിക്കറിയില്ല. എൻ്റെ ഉമ്മ ഇടും, അപ്പോൾ ഞാനും ഇടും, അത്രയേ ഉള്ളൂ. കുറച്ച് മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ നമുക്ക് അറിയാമല്ലോ ആവശ്യം എത്രയാണെന്നുള്ളത്. പിന്നെ 1 ടീസ്പൂൺ മാത്രമേ ഞാൻ മുളക് പൊടി ഇട്ടുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ പച്ചക്കുരുമുളകല്ലേ, അപ്പോൾ അതിൽ എരിവ് അത്യാവശ്യം ഉണ്ടാവും, അതുകൊണ്ടാട്ടോ. അതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി ഇതിലേക്ക് ആ പുളിയുടെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ജസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഈ വെളിച്ചെണ്ണ ഒഴിക്കുന്നതും എന്തിനാണെന്ന് എനിക്കറിയില്ല കേട്ടോ. അതും ഉമ്മ ചെയ്യും, ഞാനും ചെയ്യും, അത്രയേ ഉള്ളൂ. ഇനി നന്നായിട്ടൊന്ന് മസാല ഇങ്ങോട്ട് പിടിച്ച് വെക്കുന്നുണ്ട്, നല്ല പിടിപ്പിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ടാട്ടോ തിരുമ്മി വെക്കുന്നത്. അത് കഴിഞ്ഞ് 1/2 മണിക്കൂർ ഫ്രിഡ്ജിലും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസാലയൊക്കെ നന്നായി പിടിക്കും. അതിനുശേഷം ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണയാട്ടോ ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ആദ്യം നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ആ എണ്ണയിൽ കറിവേപ്പില ഇടുമ്പോൾ മീൻ വറുക്കുമ്പോൾ നല്ല മണാട്ടോ, അതിന് വേണ്ടിയിട്ടാണ് കറിവേപ്പില ഇടുന്നത്. ഇനി അതിലേക്ക് നമുക്ക് ഓരോ മീനായി വെച്ചിട്ട് വറുത്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ 1/2 മണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതാണ്. അതിന് ശേഷമാണ് ഇത് ചെയ്യുന്നത്. ഈ മീൻ തോലില്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് മസാല പിടിച്ച് കിട്ടും. അതുകൊണ്ട് നല്ല മസാല തേച്ച് പറഞ്ഞാൽ മീനിന് അതിനനുസരിച്ചുള്ള ടേസ്റ്റും കിട്ടും കേട്ടോ. അതിന് വേണ്ടിയാണ് ഞാനത് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു 5 പീസേ ഞാൻ മീൻ വറുക്കുന്നുള്ളൂ, ബാക്കി നമുക്ക് രാത്രിക്ക് വറുക്കാമെന്ന് വെച്ചു. അങ്ങനെ ഒരു സൈഡ് ഏകദേശം നല്ല വെന്ത് കഴിയുമ്പോൾ അടുത്ത സൈഡ് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും ഒന്നായി എന്ന് വെച്ചാൽ നമ്മുടെ മീൻ പൊരിച്ചത് റെഡി ആട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഈ മസാല ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കുറച്ച് പച്ചക്കുരുമുളക്, കുറച്ച് വലിയ ജീരകം, വെളുത്തുള്ളി, ചെറിയുള്ളി വേണമെങ്കിൽ ഇട്ടാൽ മതി. ഞാൻ എല്ലാ പ്രാവശ്യം ഇടാറില്ല, ഇന്ന് ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. കുറച്ച് ചെറിയുള്ളി, കുറച്ച് വെളുത്തുള്ളി, എന്നിട്ട് ഇത് നന്നായി അരച്ചെടുത്തിട്ട് ആ മീനിൽ അങ്ങോട്ട് തേച്ചാൽ മതി. ഏത് മീനാണെങ്കിലും ഇത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. അതാട്ടോ ഞാൻ കൈ കൊണ്ട് കാണിച്ചത്. ഇതാണ് ഇപ്പോൾ നമ്മുടെ മീൻ ഇവിടെ സെറ്റായി ഇരിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല മസാലയായിരുന്നു. അപ്പോൾ നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പച്ചക്കുരുമുളക് തന്നെയാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്